പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ടോട്ടോച്ചാൻ എന്ന കൃതിയാണ്. അൻവർ അലിയാണ് ടോട്ടോച്ചാൻ എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. തെസ്കോ കുറയോ നഗി എന്ന എഴുത്തുകാരിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് ടോട്ടോച്ചാനിൽ പ്രതിപാദിക്കുന്നത്. ടോട്ടോച്ചാനെ അവൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകർ സസ്പെൻഡ് ചെയ്യുന്നത് മുതലാണ് ഇവിടുത്തെ കഥ ആരംഭിക്കുന്നത്. ടോട്ടോച്ചാൻ്റെ വികൃതികൾ ഒരു തരത്തിലും ആ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അങ്ങനെ ടോട്ടോച്ചാൻ ഒരു പുതിയ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കൊബായാഷി മാസ്റ്റർ എന്ന അധ്യാപകനാണ് പിന്നീട് ടോട്ടോച്ചാൻ്റെ ഗുരുവായി വരുന്നത്. തീവണ്ടി മുറികളുടെ ഒഴിവാക്കപ്പെട്ട ബോഗികൾ ഉപയോഗിച്ചായിരുന്നു ആ വിദ്യാലയം പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു കൊബായാഷി മാസ്റ്റർ. ടോട്ടോച്ചാൻ്റെ എല്ലാ വികൃതികളും അദ്ദേഹം നല്ല രീതിയിൽ കാണുകയും അതിനകത്തുള്ള തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ടോട്ടോച്ചാൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. ടോട്ടോച്ചാൻ ജീവന തുല്യം സ്നേഹിക്കുന്നതായിരുന്നു ആ പേഴ്സ്. ആ പേഴ്സിനകത്ത് ഉള്ള നായക്കുട്ടിയുടെ ചിത്രം ടോട്ടോച്ചാന് അത്രയേറെ ഇഷ്ടമായിരുന്നു. ഗ്രൗണ്ടിലുള്ള വലിയ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയിലേക്കായിരുന്നു ആ പേഴ്സ് വീണുപോയത്. ഏതു വിധത്തിലും ആ പേഴ്സ് തിരിച്ചെടുക്കാനുള്ള ശ്രമം ടോട്ടോച്ചാൻ നടത്തി. സ്കൂളിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിയാണ് ടോട്ടോച്ചാൻ ആ പേഴ്സ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ടോട്ടോച്ചാൻ്റെ ഈ ദൗത്യം കൊബായാഷി മാസ്റ്റർ കാണുകയും ടോട്ടോച്ചാനോട് ആ പേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ മണ്ണ് യഥാസ്ഥാനത്ത് തന്നെ വെക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ ടോട്ടോച്ചാൻ എത്ര ശ്രമിച്ചിട്ടും ആ പേഴ്സ് വീണ്ടെടുക്കാനായില്ല. നഷ്ടപ്പെട്ടത് പലതും ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ടോട്ടോച്ചാൻ തിരിച്ചറിയുന്നത് ഈ ഒരു സംഭവത്തിലൂടെ ആയിരിക്കാം. ടോട്ടോച്ചാന് ഒരു സുഹൃത്തായ യാസുക്കിച്ചാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. വികലാംഗനായിരുന്നു ആ കുട്ടി. മറ്റു കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ഈ കുട്ടിക്കും അവിടെ കളിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. യാസുക്കിച്ചാൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ടോട്ടോച്ചാൻ സാധിച്ചു കൊടുത്തിരുന്നു. ഒരു വലിയ മരത്തിന് മുകളിൽ കയറണമെന്നുള്ള ഒരാഗ്രഹം യാസുക്കിച്ചാൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ടോട്ടോച്ചാൻ യാസുക്കിച്ചാനുമായി മൈതാനത്തിലേക്ക് വരികയും ആ വലിയ മരത്തിന് മുകളിൽ യാസുക്കിച്ചാനെ കയറ്റുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ടോട്ടോച്ചാൻ്റെ വിദ്യാലയവും ആ ഒരു നഗരവും പൂർണ്ണമായും നശിക്കുകയാണ് ചെയ്തത്. ഒരുപാട് വിദ്യാർത്ഥികളുടെയും ആളുകളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും രണ്ടാം ലോക മഹായുദ്ധത്തോടെ തകർന്നടിഞ്ഞു. ടോട്ടോച്ചാൻ അപകടമില്ലാത്ത വിധത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് അതിജീവിച്ചുവെങ്കിലും ടോട്ടോച്ചാൻ്റെ ആ വിദ്യാലയം എന്നും ടോട്ടോച്ചാൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയായി അവശേഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യം, അധ്യാപകർ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം ടോട്ടോച്ചാൻ എന്ന കൃതി മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധവും അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങളും ദുഃഖപൂരിതമായിട്ടുള്ള അതിൻ്റെ അനുഭവങ്ങളും ടോട്ടോച്ചാൻ്റെ വാക്കുകളിലൂടെ ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നു.